ഹലോ, എല്ലാവർക്കും നിയാനി സിസ്റ്റേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ ആയാലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളിയും 1 ടീസ്പൂൺ ഇഞ്ചിയും പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന വരയ്ക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി വന്നു കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 2 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് സവാളേനെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടെടുക്കാം. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്ന വരയ്ക്ക് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ എല്ലാം പച്ചമണം നന്നായിട്ട് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമ്മളിതൊന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടച്ച് വെച്ച് തക്കാളീനെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. വല്ലാതെ വെന്ത് ഉടഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തക്കാളി ഒന്ന് സോഫ്റ്റായാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ബ്രെഡിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. ആ ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിൻ്റെ എല്ലാം സൈഡിലുള്ള ഒരു ബ്രൗൺ കളർ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ 4 വശം ഒന്ന് പരത്തി കൊടുക്കണം. 4 സൈഡ് മാത്രം നമുക്കൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അത് നമ്മൾ എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ഈ ബ്രെഡ് നമുക്ക് കറക്റ്റായിട്ട് ഒട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 4 വശം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ് വെച്ച് കഴിയുമ്പോൾ ഇത് പുറത്തേക്ക് പോകാതെ കറക്റ്റായിട്ട് 4 ഭാഗവും ഒട്ടിയിരിക്കും. അതിനായിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ 4 സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് മയോണൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മയോണൈസ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കാരണമാണ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മയോണൈസ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ പരത്തെടുത്ത 4 സൈഡിലേക്കും ആക്കാതെ നമ്മൾ സെൻറ്ററിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. ഫില്ലിംഗ് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഒരു മുട്ട പുഴുങ്ങിയതിൻ്റെ പകുതി കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ആ ഒരു മിക്സിനെ നമുക്ക് ഈ ബ്രെഡിൻ്റെ പ്രസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, ബ്രെഡിൻ്റെ 4 വശം നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ആ പ്രസ് ചെയ്ത ആ ഒരു ഭാഗത്തേക്ക് ഈ ഒരു മൈദയുടെയും വെള്ളത്തിൻ്റെയും ആ ഒരു മിക്സ് ഇട്ട് കൊടുക്കാം. അതെല്ലാം സൈഡിലൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബ്രെഡ് സ്ലൈസ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ സൈഡൊക്കെ നമ്മൾ മൈദയുടെ മിക്സ് ഇട്ടിട്ട് ഒട്ടിച്ചുല്ലോ,
അത് നമ്മൾ ഇതേപോലെ ഒന്ന് ആ ഭാഗത്തൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൈഡ് വശമൊക്കെ നമ്മൾ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബ്രെഡിനെ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്കൊരു മുട്ടയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പാലിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിനെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് തൂവി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുട്ടയുടെ മിക്സിലേക്ക് നമ്മൾ സ്റ്റഫ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രെഡിനെ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് എല്ലാ വശവും ഇതിൻ്റെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റഫ് ചെയ്തിട്ടുള്ള ബ്രെഡ് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടണും കൂടെ പ്രസ് ചെയ്യുക. പിന്നെ നമ്മൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. ബൈ ബൈ.